ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്ത് കാരണത്താലാണ് രാത്രിയിൽ പല്ലുവേദന കൂടുതലായി തോന്നുന്നത്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് കുറവാണ്. അതായത് രാവിലെ പകൽ ടൈമിലാവുമ്പോൾ നമ്മൾ ഒരുപാട് ശബ്ദങ്ങളും സംസാരിക്കുകയും നമ്മൾ ജോലി ചെയ്യുകയും പല പല കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പല്ലിൻ്റെ ഉള്ളിലെ പെയിൻ നമ്മൾ ശരിക്കും അറിയുന്നില്ല. അതേസമയം രാത്രിയാകുമ്പോൾ ശബ്ദമെല്ലാം കുറയും, ശബ്ദം തീരെ കുറഞ്ഞു വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ഫോക്കസ് നേരെ ഈ പല്ലിൻ്റെ അടുത്തേക്ക് പോകും. അപ്പം പല്ലിലുള്ള ചെറിയതായിട്ടുള്ളത് തന്നെ ഇച്ചിരി നല്ല ഇതായിട്ട് എടുത്തറിയാൻ പറ്റും. ഇപ്പോൾ രാത്രിയിലൊക്കെ ശബ്ദങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ശബ്ദമുണ്ട് അത് നല്ലപോലെ അറിയാൻ പറ്റില്ലേ. അതുപോലെ തന്നെ ഈ പെയിൻ്റെ കാര്യവും ഫുള്ള് ആ നിശ്ചലമായ സമയത്ത് നമുക്ക് പെയിന് നല്ല ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിടക്കുമ്പം രക്തപ്രവാഹം അഥവാ നമ്മൾ കിടക്കുമ്പോൾ തല താഴ്ത്തി കിടക്കുമ്പോൾ പ്രഷർ കൂടും. അതായത് ഇതിനകത്തുള്ള പ്രഷർ, അത് പല്ലിനകത്തുള്ള പൾപ്പിൻ്റെ ഇൻഫ്ലെയിംഡ് പൾപ്പിലെ പ്രഷർ കൂടും. കാരണം പല്ലിൽ ഓൾറെഡി കേടുണ്ടല്ലോ. അപ്പോൾ ആ ഇൻഫ്ലെയിംഡ് പൾപ്പിലെ പ്രഷർ കൂടുമ്പോൾ പെയിൻ നല്ലപോലെ അറിയും. പിന്നെ ചിലരാണെങ്കിൽ പല്ല് മുറുക്കി കടിക്കും. അപ്പോൾ ഈ പല്ലിൻ്റെ അടി ഈ ഉറക്കത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കടിക്കും. അപ്പോൾ ഈ പല്ലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ എടുത്തറിയും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈനസിലുണ്ടാകുന്ന പ്രഷർ. അപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉള്ളിൽ ആ ആ മൂക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, പല്ലിൻ്റെയും ആ മൂക്കിൻ്റെ ആ ഏരിയ വരുന്ന സൈനസ് ഏരിയയിൽ, മൂക്കിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, മൂക്കിൻ്റെ പുറവശത്തായിട്ട് ആ സൈനസ് ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഇതേപോലെ കിടക്കുമ്പം അതിൻ്റെ പ്രഷർ കൊണ്ടും നമുക്ക് പല്ലിൽ പെയിനായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ തണുപ്പ്, ഇപ്പം നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ ഈ തേയ്മാനം ഉണ്ടെങ്കിൽ ഈ രാത്രി കിടക്കുന്ന സമയത്ത് ഇപ്പം AC ഒക്കെ ഇട്ട് കിടക്കുക, അല്ല ഫാനൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ തണുപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ വാ തുറന്ന് കിടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ആ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടെ എടുത്തറിയും. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കിടക്കുമ്പം തല ഉയർത്തി കിടക്കുക. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നന്നായി ബ്രഷ് ചെയ്യുക. അതായത് ഫുഡൊന്നും അതിൻ്റെ ഇടയിൽ ഇരിക്കില്ലെന്ന് ഉറപ്പ് വരുത്തുക, നല്ല വൃത്തിയാക്കി വെക്കുക. പിന്നെ വളരെ ചൂടോ തണുപ്പോ മധുരമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ അല്പം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വായൊന്ന് കുപ്പിളിച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണമെങ്കിൽ പുറത്ത് നിന്ന് നമുക്കൊരു ഐസോ ഒക്കെ വെച്ച് കൊടുക്കാം. ഇത് താൽക്കാലിക പരിഹാരമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യമാണെങ്കിൽ അലർജിയോ മറ്റ് സൈഡ് എഫക്ട്സോ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ ഒരു പെയിൻ കില്ലർ പാരസെറ്റമോൾ വേണമെങ്കിൽ കഴിച്ചിട്ട് കിടന്നിട്ട് അടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൽക്കാല പരിഹാരങ്ങളാണ് ഇതൊക്കെ. അപ്പം നമുക്ക് അതിൻ്റെ മാറണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണം. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്ത്, കാരണം ഈ പല കേസിലും പൾപ്പിൽ ഇൻഫ്ലെയിംഡ് ആകുമ്പോഴാണ് കൂടുതൽ വേദന വരുന്നത്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ പല്ല് വേദന നല്ലപോലെ ഉണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം പൾപ്പിലാണല്ലോ ഇൻഫ്ലെയിംഡ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് റൂട്ട് കനാൽ ചെയ്യണം. അതല്ല സെൻസിറ്റിവിറ്റി മാത്രമാണെങ്കിൽ വന്ന് പല്ല് ഫില്ല് ചെയ്യുകയോ എന്താണോ അതിൻ്റെ കാരണം അത് കണ്ടെത്തി, ഉള്ളിൽ പഴുപ്പാണോ ഇൻഫ്ലമേഷനാണോ എന്താണോ കാരണം കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് അടുത്ത ദിവസം തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.